ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് 11. സോ ചാമ്പ്യൻസ് ട്രോഫി അതിന്റെ ലാസ്റ്റ് ഫേസസിലോട്ട് എത്തിയിരിക്കുകയാണ്. ഹായ് റംഷാദ്. സോ ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സോ ഗ്രൂപ്പ് സ്റ്റേജ് എല്ലാം കഴിഞ്ഞു, ഇനി സെമീസ് ആണ്, നോക്കൗട്ട്. നോക്കൌട്ട് മാച്ചിലെത്തി. അതെ ഡു ഓർ ഡൈ എന്നുള്ള സ്റ്റേജിലെത്തിപ്പോ. അതെ അതെ, ഡു ഓർ ഡൈ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ ഡു ഓർ ഡൈ സ്റ്റേജിലാണ് ഇന്ത്യ ഉള്ളത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ സെമി ഫൈനലിന്റെ ഒരു പ്രിവ്യൂവിനെ കുറിച്ചാണ്. സോ അതെ നമുക്കറിയാം 2023 ഫൈനൽ അഹമ്മദാബാദിൽ നടന്ന ഫൈനലിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ ഓസ്ട്രേലിയ ഒരു വൺ ഡേ ഗെയിം കളിക്കാൻ പോകുന്നത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ അതെ വീടും വാശിയുണ്ടായ ഒരു മത്സരം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ രോഹിത് ശർമ്മ ആൻഡ് ട്രാവിസ് ഹെഡ് ആ ഒരു റൈവൽറി നേർക്ക് നേർ വീണ്ടും. അത് വീണ്ടും കൊമ്പുകൂറുകയാണ്. സോ എന്താണ് എന്താണ് നിനക്ക് പറയാനുള്ളത്? ഇത് എനിക്ക് തോന്നുന്നത് പിന്നെ വാശിയേറിയ ഒരു മത്സരം തന്നെയായിരിക്കും ഇപ്രാവശ്യം. കാരണം ഇന്ത്യക്ക് 2 ICC ടൂർണമെന്റ് ഓസ്ട്രേലിയക്കാരൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ നമ്മളെ ഹെഡ് ബ്രേക്കിംഗ് നമ്മളെ നാട്ടിൽ നടന്ന ടൂർണമെന്റ് നമ്മളെ തോൽപ്പിച്ച് കപ്പ് എടുത്തോണ്ട് പോയി. അതെ അത് രണ്ടിലുള്ള ഒരു പകരം കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണിത്. അതെ. അതിന്റെ മെയിൻ അപ്പം റീസൺ നമ്മളെപ്പോഴും പറയുന്ന പോലെ ട്രാവിസ് ഹെഡായിരുന്നു രണ്ട് ട്രാവിസ് ലോസിന്റെ മെയിൻ പ്രധാന പങ്ക് വഹിച്ചത്. പ്രധാന പങ്ക് വഹിച്ചത് ട്രാവിസ് ഹെഡ്. പക്ഷെ അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ അവരുടെ ആ രണ്ട് കപ്പടിക്കുമ്പോഴുണ്ടായിരുന്ന ക്യാപ്റ്റൻ സോറി കപ്പടിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഇല്ല. ടെസ്റ്റ് കപ്പടിച്ചിട്ടില്ല. ലൈക്ക് എന്താ വേൾഡ് കപ്പ് നമ്മുടെ നാട്ടിൽ വന്ന് അടിക്കുമ്പോൾ കമ്മിൻസ് ആയിരുന്നു ക്യാപ്റ്റൻ. സോ കമ്മിൻസ് കമ്മിൻസ് ടീമിലില്ല. കമ്മിൻസ് ഇഞ്ചേർഡ് ആയിട്ട് പുറത്താണ്. പക്ഷെ സ്മിത്താണ്. ഹേസൽവുഡ് ഒന്നും ടീമിലില്ല. സോ ആ ടീമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബട്ട് നമ്മൾ പ്രിവ്യൂലെ സമയത്ത് പറഞ്ഞു ഇത് ഓസ്ട്രേലിയ ആണ്, നമുക്ക് ഒരിക്കലും ഓസ്ട്രേലിയ ഒരു ടീമാണ്. അതുമല്ല, ഇത് ഇപ്പം ടൂർണമെന്റിൽ ഇതുവരെ ട്രാവിസ് ഹെഡ് ഒരു കളി പോലും തിളങ്ങിയിട്ടില്ല. അതെ, ട്രാവിസ് തിളങ്ങിയിട്ടില്ല മീൻസ് അങ്ങനെ പറയത്തക്ക കോൺട്രിബ്യൂഷൻ ഇല്ല. പക്ഷേ കളിക്ക് കറക്റ്റ് അഫ്ഗാനിസ്ഥാനായിട്ടുള്ള കളി ലാസ്റ്റ് കളിയിൽ ഒന്ന് കത്തിക്കയറി കറക്റ്റ് ആ സമയത്ത് ഒന്ന് ഫോമില് എത്തിച്ചേർന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനി ഇന്ത്യനെറ്റിലെ കളിയിൽ ട്രാവിസ് ഹെഡ് വേറൊരാളായിരുന്നു. അതെ അതെ. സോ എന്തായിരിക്കും ഇന്ത്യയുടെ പ്ലാൻ? സോ കഴിഞ്ഞ കളി ഇന്ത്യ വരുൺ ചക്രവർത്തിനെ ടീമിൽ ഉൾപ്പെടുത്തി. നമ്മൾ എപ്പോഴും പറഞ്ഞു വരുൺ ചക്രവർത്തിയുടെ ഒരു മിസ്റ്ററി സ്പിൻ, വരുൺ ചക്രവർത്തി ഫോം ഓഫ് ഇറ്റ്സ് ലൈഫ് ആണ്. സോ വരുൺ ചക്രവർത്തിനെ പിക്ക് ചെയ്യാൻ ഒരു ബാറ്റ്സ്മാനർക്കും പറ്റുന്നില്ല. സോ എന്താണ് വേരിയേഷൻസ്? ഇന്ത്യയുടെ കഴിഞ്ഞ 11 ഭയങ്കര സർപ്രൈസിംഗ് ആയി പോയി. ഒറ്റ ഫാസ്റ്റ് ബോളർ പോലും ഇല്ലാതെ ഇന്ത്യ കളിച്ചത്. ഹർദിക് പാണ്ഡ്യയാണ് തോന്നുന്നു എനിക്ക് ലീഡ് ചെയ്ത് തോന്നുന്നു ടീമിൽ. ഷമി ഉണ്ടായിരുന്നല്ലോ. ഷമി കളിച്ചിട്ടുണ്ടായി. 4 സ്പിന്നർമാരെ വെച്ചിട്ടാണ് ഇന്ത്യ. ഹർഷിത് റാണയ്ക്ക് പകരമാണ് വരുൺ ചക്രവർത്തി വന്നത്. വരുൺ ചക്രവർത്തി വന്നത്. സെയിം 11 തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ ഇന്ത്യ. ഓഫ്കോഴ്സ്, കാരണം വരുൺ ചക്രവർത്തിയെ ഒരു തേർഡ് സീമർ ആയിട്ട് നമുക്ക് കളിപ്പിക്കാം. കാരണം ആളൊരു സ്പിന്നറാണ് എന്ന് ആണെങ്കിലും ഒരു തേർഡ് സീമറുടെ ഒരു ഡ്യൂട്ടി ചെയ്യാൻ പറ്റിയ ഒരു സ്പിന്നറാണ്. കാരണം ഏത് ഫേസിൽ വേണമെങ്കിൽ ബോൾ ചെയ്യാൻ പറ്റും. അതെ. സോ വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി എനിക്ക് തോന്നുന്നു കുൽദീപ് യാദവിന്റെ ഒരു ശരിക്കുള്ളൊരു ഒരു ഫോം നമ്മൾ ഈ കണ്ടിട്ടില്ല. ഈ ടൂർണമെന്റിൽ കണ്ടിട്ടില്ല. ശരിക്കുള്ള കുൽദീപ് യാദവ് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കുൽദീപ് ബോൾ ചെയ്തത് ജഡേജ ആൻഡ് അക്സർ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ബോൾ ചെയ്തത്. അതെ. സെയിം 11 എനിക്ക് തോന്നുന്നു 4 സ്പിന്നർമാരെ വെച്ചിട്ട് തന്നെയായിരിക്കും ഇന്ത്യൻ 11 വരിക. അതെ. സോ എന്തായിരിക്കും ട്രാവിസ് ഹെഡിനെതിരായിട്ടുള്ള പ്ലാൻ ഇന്ത്യയുടെ? എന്തായിരിക്കും ട്രാവിസ് ഹെഡിനെതിരെ പ്ലാൻ എന്ന് പറയുന്നത്? എനിക്ക് ഷെമി ഫോമിലേക്ക് തിരിച്ചു വരണം. ട്രാവിസ് ഹെഡിന് ഫോം ആവുന്നതിന് മുന്നേ ആൾ ഔട്ട് ആക്കണം. ഇനീഷ്യൽ ഒരു 3-4 ഓവർ ഭയങ്കര ക്രൂഷ്യലാണ്. അതെ, ആ ഇനീഷ്യൽ മൂവ്മെന്റിൽ തന്നെ ട്രാവിസിന് എടുക്കാൻ പറ്റിയാൽ ഇന്ത്യക്ക് ഒരു അഡ്വാൻറ്റേജ്. അല്ല ഒരു 10 ഓവർ കളിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞാൽ പവർ പ്ലേ എങ്ങനെ ഇന്ത്യ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലായിരിക്കും ഇന്ത്യയുടെ വിന്നിംഗ് പോസിബിലിറ്റീസ് ഇല്ല. കാരണം വൺ മോർ അപ്ഡേറ്റ്, മാത്യു ഷോട്ട് ടൂർണമെന്റ് റൂൾഡ് ഔട്ട് ആയിരിക്കുകയാണ്. സോ ഡ്യൂ ടു ഇഞ്ചുറി. സോ അവരൊരു ബൗളിംഗ് ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഒരു സ്പിന്നർ ഓൾറൗണ്ടറാണ് ടീമിലോട്ട് തിരിച്ചു ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു അവരുടെ ബാക്കപ്പ് ഓപ്പണർ ആയിട്ടുള്ള ഫ്രൈസർ മെഗർ ഓപ്പൺ ചെയ്ത് തോന്നുന്നു ഇന്ത്യയുടെ ഒപ്പം. അവർക്കൊരു എക്സ്പ്ലോഷൻ ആയിരിക്കും ഓപ്പണിംഗ് എന്ന് പറയുന്നത്. രണ്ടുപേരും അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സാണ്. അതെ, ഒരു ഫ്ലംബോയ് ബാറ്റിംഗ് സ്റ്റൈലുള്ള ഒരു ഫ്രൈസർ മെഗറും അതോടൊപ്പം തന്നെ ട്രാവിസ് ഹെഡും കൂടി വന്നു. ഇന്ത്യ പവർ പ്ലേയില് ഇനീഷ്യലി വിക്കറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ അപകടമായിരിക്കും. അതും ബുംറയുടെ അഭാവത്തിൽ നമുക്ക് നല്ല എഫക്ട് തന്നെ ആയിരിക്കും അത്. അതെ.
അപ്പോൾ ഇന്ത്യ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു. ഹർഷദീപ് കളിക്കാൻ ചാൻസ് ഇല്ല. കാരണം 5 വിക്കറ്റ് എടുത്ത ആ ഒരു പീക്കിൽ നിൽക്കുന്ന ചക്രവർത്തിയെ വീണ്ടും ഒരു ചേഞ്ചിന് വേണ്ടി മാറ്റില്ല എനിക്ക് തോന്നുന്നു. മാറ്റാൻ സാധ്യത കുറവാണ്. സോ ഇന്ത്യയുടെ സാധ്യത എന്തെങ്കിലും രോഹിത് ശർമ്മ ഒരു രോഹിത് ശർമ്മയുടെ ഒരു പേഴ്സണൽ റിവെഞ്ച് ഉണ്ടാവും ഓസ്ട്രേലിയക്കെതിരെ കഴിഞ്ഞ ICC ടൂർണമെന്റിൽ തിളങ്ങിയിട്ടുണ്ട് തോന്നുന്നു. 2 കളിയിൽ തിളങ്ങിയിട്ടുണ്ടല്ലോ. ഓസ്ട്രേലിയക്കെതിരെ എനിക്ക് തോന്നുന്നു ശർമ്മ കളിക്കാൻ സാധ്യത കൂടുതലാണ്. അതെ. സോ ഫൈനലിലും രോഹിത് ശർമ്മ നല്ല സ്റ്റാർട്ടാണ് കൊടുത്തത്. നമ്മള് ഇൻട്രസ്റ്റെല്ലാറില് പറയുന്ന പോലെ നമ്മൾ കുറെ ട്രോളെല്ലാം കണ്ടിരുന്നു. ആ ബോളില് ഓൾറെഡി 6ഉം 4ഉം ആയി. ഇനി ഷോട്ടിന് ആവശ്യമുണ്ടോ എന്ന് വെച്ചിട്ട് ആൾക്കാർ സ്ക്രീം ചെയ്യുന്ന പോലെ ഒരുപാട് ട്രോളെല്ലാം കണ്ടിരുന്നു. ലൈക്ക് രോഹിത് ശർമ്മയുടെ ആ വിക്കറ്റ് തന്നെയായിരുന്നു ഫൈനലിലെ മേജർ ഡിഫറൻസ്. രോഹിത് ശർമ്മ അവിടെ നിന്നുണ്ടായിരുന്നെങ്കിൽ ആ ടീം സ്കോർ നന്നായിട്ട് പോയിട്ടുണ്ടാവും. സോ വിരാട് കോഹ്ലിക്കും അത് നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. സോ അത് തന്നെയായിരുന്നു അവിടെ മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് ഇന്ത്യ സെയിം 11 തന്നെ ഇറക്കും. കാരണം ന്യൂസിലാൻഡും ആയിട്ടാണ് ശരിക്കും ഇന്ത്യ ഒന്ന് ടെസ്റ്റഡ് ആയി എന്ന് പറയാൻ പറ്റി. ഇന്ത്യയുടെ ബാറ്റിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡ് ആയിട്ടാണ്. സോ പാകിസ്ഥാൻ ആയിക്കോട്ടെ ബംഗ്ലാദേശ് ആയിക്കോട്ടെ അവരുടെ ബൗളിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഫീബിൾ ആണ് ഇന്ത്യയുടെ ബാറ്റിംഗ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ ഇന്ത്യ കുറച്ചൊന്ന് ഇനീഷ്യലി സ്ട്രഗിൾ ചെയ്തു ന്യൂസിലാൻഡിനൊപ്പം. സോ അതിനൊപ്പം ഹർദിക് പാണ്ഡ്യയുടെ ഒരു ഓൾറൗണ്ട് പ്രകടനം ആ ഒരു എല്ലാവരും പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് ആള് കൂളായി വന്നിട്ട് ഒരു 40 റണ്ണ് വളരെ കൂളായിട്ട് ആ സിറ്റുവേഷനും പിച്ചസ് നിങ്ങള് സ്ലോ പിച്ചോ എന്ത് പിച്ചോ ആയിക്കോട്ടെ ഞാൻ എന്റെ ഗെയിം കളിക്കുന്നുള്ള ഒരു മെന്റാലിറ്റി അതെ നമ്മളിപ്പോ ഓസീസ് മെന്റാലിറ്റി എന്ന് പറയുള്ളൂ. ആളെ എപ്പോ ക്രീസിലുണ്ടെങ്കിലും കൂളാണ്. ആ ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയത്. സോ ഒപ്പം തന്നെ അക്സർ പട്ടേലും നന്നായിട്ട് മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. ശ്രേയസ് അയ്യർ ഒരു രക്ഷയില്ല. ഈ ടൂർണമെന്റ് ഉടനീളം അടിപൊളി ബാറ്റിംഗ് ആണ്. നല്ല ഫോമിലാണ് ഉള്ളത്. സോ നല്ലൊരു മെച്ചൂർഡ് പ്ലെയർ ആയിട്ട് വരുന്നുണ്ട്. അതെ ന്യൂസിലാൻഡിന്റെ കൂടെ മാത്രമാണ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യപ്പെട്ടത്. ബട്ട് ഓസ്ട്രേലിയ ആയിട്ട് അവർ എങ്ങനെ കോപ്പപ്പ് ചെയ്യും എന്നുള്ള കാര്യമാണ് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. കാരണം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മേജർ ബൗളർ എന്ന് പറയാൻ ഈ ആഡം സാംബ മാത്രമാണ് ഉള്ളത്. അതെ ഈ ആഡം സാംബ പിന്നെ ബാക്കിയുള്ള സീമസ് അവരെത്രത്തോളം എന്താ പറയാ മികവ് കാണിക്കും. നഥാൻ എലീസ് നന്നായിട്ട് ബൗൾ ചെയ്യുന്നുണ്ട്. ഒരു 10 ഓവർ 40 റണ്ണ് 45 റണ്ണിനുള്ളിൽ എറിഞ്ഞു പിടിക്കാൻ പറ്റിയ ഒരു ബൗളറാണ് നഥാൻ എലീസ്. സോ ബാക്കിയുള്ള ബൗളേഴ്സിനെ ഇന്ത്യ കൗണ്ടർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കളിക്കാൻ പറ്റും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ആഡം സാമിയെ നന്നായിട്ട് കൗണ്ടർ ചെയ്യും. ലൈക്ക് ശ്രേയസ് അയ്യർ വെരി ഗുഡ് പ്ലെയർ ഓഫ് സ്പിൻ. ശുഭ്മാൻ ഗിൽ നന്നായിട്ട് സ്പിൻ കളിക്കും. വിരാട് കോഹ്ലി നമ്മൾ വീണ്ടും പറയുന്ന പോലെ ലെഗ് സ്പിന്നർക്ക് അഗെയിൻസ്റ്റ് വിരാട് കോഹ്ലി വീണ്ടും അതായിരിക്കും നാളത്തെ കളിയിൽ ഒരു മാച്ചപ്പ് എന്ന് പറയുന്നത്, സാംബ ആൻഡ് വിരാട് കോഹ്ലി. പിന്നെ ഇത് സാംബ വീസ് വിരാട് കോഹ്ലി, ട്രാവിസ് ഹെഡ് വീസസ് ഇന്ത്യ. അതെ ഹെഡിനെ വീഴ്ത്താൻ പറ്റിയാൽ കളി നമുക്ക് കയ്യിലെടുക്കാം. ഹുദന്റെ നാളത്തെ ഫാന്റസി 11 പിക്ക് എന്താണ്? 5 പേര് നാളത്തെ ഫാന്റസി 11 പിക്ക് ഞാൻ പറഞ്ഞ പോലെ ട്രാവിസ് ഹെഡിന് വിടില്ല ഇന്ത്യ ആയിട്ടുള്ള കളി. സോ ട്രാവിസ് ഹെഡ് 1. ഐ എം പിക്കിംഗ് രോഹിത് ശർമ്മ 2. സോ രോഹിത് ശർമ്മ ഞാൻ പിക്ക് ചെയ്യുന്നു. ഹർദിക് പാണ്ഡ്യ 2 ഡയമണ്ട് 2 ബാറ്റിംഗ് ബോളിംഗ് രണ്ടിലും ഫാന്റസി പോയിന്റ്സ് കിട്ടും. രണ്ടിലും വിക്കറ്റും കിട്ടാൻ ചാൻസ് ഉണ്ട്, വിക്കറ്റും റൺസും. സോ ഹർദിക് പാണ്ഡ്യനെ എടുത്തു. Then Varun Chakravarti is playing, then definitely Varun Chakravarti എനിക്ക് തോന്നുന്നില്ല മാക്സ്വെലും ബാക്കിയുള്ളവരെ വരുൺ ചക്രവർത്തി ബോൾ ഇട്ട് കഴിഞ്ഞാൽ അടപടലാം. അവർക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല സ്പിന്നിനെതിരെ. സോ വരുൺ ചക്രവർത്തി ഞാൻ പിക്ക് ചെയ്തു. Then one more guy ഞാൻ നഥാൻ എലീസിനെ പിക്ക് ചെയ്തു. സ്മിത്തുണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്, ആഡം സാംബ ഉണ്ട്. മാൻ ഓഫ് ദ മാച്ച് ആരാന്ന് വിചാരിക്കുന്നത്? അറിയില്ല. ഓസ്ട്രേലിയ ജയിക്കുകയാണെങ്കിൽ ട്രാവിസ് ഹെഡ് ആയിരിക്കും. ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ വരുൺ ചക്രവർത്തി ആയിരിക്കും. ഓക്കെ. സോ നിന്റെ ഫാന്റസി പിക്ക് പറഞ്ഞില്ല 5 പേര്. എന്റെ 5 പേര് ഞാൻ ശ്രേയസ് അയ്യറിനെ പിക്ക് ചെയ്യുന്നു. ഓക്കെ. ശുഭ്മൻ ഗിൽ, ഇംഗ്ലീഷ്
ഇംഗ്ലീഷ് അക്സർ പട്ടേൽ, മാക്സ്വെൽ. വിരാട് കോഹ്ലി ഇല്ല. വിരാട് കോഹ്ലി ഇല്ല. സോ ഞാൻ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇംഗ്ലീഷ് ആയിരിക്കും അവരുടെ മേജർ തുറുപ്പ് എന്ന് പറയുന്നത്. കാരണം ഇംഗ്ലീഷ് ബെറ്റർ പ്ലെയർ ഓഫ് സ്പിൻ ആണ് ബാക്കിയുള്ള മിഡിൽ ഓർഡർ പ്ലേയേഴ്സിനെ വെച്ചിട്ട്. സോ ആള് റിവേഴ്സ് സ്വീപ്പെല്ലാം കളിക്കുന്ന പ്ലെയേഴ്സ് ആണ്. സോ ചക്രവർത്തിക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു. സോ ഇംഗ്ലീഷ് വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ കളി ന്യൂസിലാൻഡ് ആയിട്ടുള്ള കളി ബ്രില്യൻ ഫീൽഡ് സെറ്റപ്പ് ആയിരുന്നു. ഡാരൽ മിച്ചലിനെ പറഞ്ഞടിപ്പിച്ച പോലെ ഉണ്ടായിരുന്നു. സോ ഡാരൽ മിച്ചലിന്റെ സ്ട്രോങ് ഹോൾഡ് എവിടെയാണോ കറക്റ്റ് അവിടേക്ക് ഫീൽഡേഴ്സിനെ സെറ്റ് ചെയ്ത് സൂപ്പർ ആയിട്ട് രോഹിത് ശർമ്മ ഫീൽഡേഴ്സ് സെറ്റ് ചെയ്തു. സോ അതാണ് ട്രാവിസ്. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഹോഴ്സ് ആവാൻ സാധ്യത കുൽദീപ് യാദവ് ആയിരിക്കും. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല കുൽദീപ് യാദവിനെ. എനിക്ക് തോന്നുന്നു സോ ടീം ഇന്ത്യ ട്രാവിസിനും ഇംഗ്ലീഷിനെല്ലാം എതിരെ വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടി തന്നെ നാളെ വരുമെന്ന് വിചാരിക്കാം. നാളെ ഇറ്റ്സ് എ ബിഗ് ഡേ ഫോർ ഇന്ത്യൻ ക്രിക്കറ്റ്. സോ ബാക്ക് ടു ബാക്ക് ICC ട്രോഫി 2011 ശേഷം വേൾഡ് കപ്പ് അടിച്ചു. അതിനുശേഷം നമ്മൾ ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു 2012 ഇംഗ്ലണ്ടിൽ വെച്ചിട്ട്. സോ അതൊരു ചരിത്രമായിരുന്നു. സോ അത് വീണ്ടും സംഭവിക്കുമോ എന്നുള്ള കാത്തിരുന്ന് കാണാം. സോ MS ധോണിക്ക് ശേഷം ബാക്ക് ടു ബാക്ക് ICC ട്രോഫി വിൻ ചെയ്യുന്ന ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മ മാറും. അതെ. സോ രോഹിത് ശർമ്മ ജയിച്ചു കഴിഞ്ഞാൽ സോ മേജർ കപ്പ് 2 കപ്പായി. നമുക്ക് കാത്തിരുന്ന് കാണാം. സോ നാളത്തെ മാച്ച് എന്ന് പറയുന്നത് വളരെ വൈറ്റലാണ്. ഒരു ഫൈനലോളം പോകുന്ന സെമി ഫൈനൽ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു മാച്ച്. പക്ഷേ ഈ ഇപ്രാവശ്യത്തെ ICC ടൂർണമെന്റ് ചാമ്പ്യൻസ് ട്രോഫി എടുത്താലേ സെമി ഫൈനലിൽ 4 ടീമും വെൽ ഡിസേർവിംഗ് ടീമാണ്. ഈ ഒരു കാലത്ത് ODIയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 4 ടീം തന്നെയാണ്. സൗത്ത് ആഫ്രിക്ക ആയിക്കോട്ടെ, ന്യൂസിലാൻഡ് ആയിക്കോട്ടെ. ന്യൂസിലാൻഡ് ഇന്ത്യയുടെ ഒപ്പം ഒന്ന് പതരെങ്കിലും എനിക്ക് തോന്നുന്നു ന്യൂസിലാൻഡ് തോറ്റത് ശരിക്കും ഇന്ത്യയോടല്ല, വരുൺ ചക്രവർത്തിയോടാണ്. വേരിയേഷൻ പിക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഒരു ക്ലൂ ഉണ്ടായിരുന്നില്ല എനിക്ക്. ലെൻ ഫിലിപ്പ് ആയിക്കോട്ടെ ബാക്കിയുള്ളവർക്ക് ആയിക്കോട്ടെ, അവര് കോൺവേ ഡ്രോപ്പ് ചെയ്തായിരുന്നു. കോൺവേ ഇസ് എ വെരി ഗുഡ് പ്ലെയർ. കോൺവേ കളിപ്പിക്കണമായിരുന്നു. അടുത്ത കളി എന്തായാലും നാളെ നമുക്ക് സൗത്ത് ആഫ്രിക്ക ന്യൂസിലാൻഡ് മത്സരം. നാളെ നമുക്ക് ഇന്ത്യയുടെ മാച്ചിന്റെ ഒപ്പം തന്നെ ഇന്ത്യയുടെ മാച്ച് പോസ്റ്റ് മാച്ച് റിവ്യൂടെ ഒപ്പം തന്നെ ആ മാച്ച് ഇവിടെ ഒന്ന് പ്രിവ്യൂ ചെയ്യുന്നതാണ്. സോ താങ്ക് യു റംഷാദ്. സോ നമുക്ക് നാളെ കാണാം. റിസൾട്ടിന് ശേഷം കാണാം. സോ ആരാ നിന്റെ മാൻ ഓഫ് ദി മാച്ച്? രോഹിത് ശർമ്മയാണോ? അല്ല, എന്റെ മാൻ ഓഫ് ദി മാച്ച് ശ്രേയസ് അയ്യർ. സോ നാളെ ഇന്ത്യ ഓസ്ട്രേലിയ മാച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. താങ്ക് യു വെരി മച്ച്. സീ യു. താങ്ക് യു. ബൈ.